താരങ്ങളുള്ള ഏക മണ്ഡലമായിരിക്കും സിനിമാ താരങ്ങളുണ്ടോ? സുരേഷ് ഗോപി ഓൾറെഡി മറ്റെവിടെയും സിനിമാ താരങ്ങളില്ല. രണ്ട് താരങ്ങളാണ്. അതും അമ്മ സംഘടനയിലുള്ള താരങ്ങളുടെ എങ്ങനെയായിരിക്കും ഒരു സഹപ്രവർത്തകൻ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് സഹപ്രവർത്തകനെ ഫേസ് ചെയ്യാൻ പോകുന്നത് മത്സരം? അല്ല, സിനിമയിലാണെങ്കിൽ നമുക്ക് ഒരു സഹപ്രവർത്തനം നടത്താം. ഇവിടെ എന്തായാലും പറ്റത്തില്ല. കാരണം ആശയപരമായി രണ്ടും ലെഫ്റ്റും റൈറ്റുമാണ് നമ്മൾ. മാത്രമല്ല, നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്, കേരളത്തിൽ മാത്രം നിൽക്കുന്ന ഒരു പാർട്ടി ഇവരെ ജയിപ്പിച്ച് വിട്ടിട്ട് നമുക്ക് എന്താണ് പ്രയോജനം എന്ന് എല്ലാവരും ഒന്ന് ആലോചിച്ചാൽ മാത്രം മതി. കാരണം ഇനി ഇവർക്ക് 11 സീറ്റ് ഇന്ത്യയിൽ ഒന്നാകെ കിട്ടിയില്ലെങ്കിൽ ഈ പാർട്ടിക്ക് ചിഹ്നം പോലും ഇല്ല. പിന്നെ ഷട്ടിലോ ടെലിവിഷനോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കണം. അതായത് അസ്തമനത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന ഒരു പാർട്ടിയെ നമ്മൾ എന്തിനു തിരഞ്ഞെടുക്കണം? അതുകൊണ്ട് ആ ഒരു പാർട്ടിയെപ്പറ്റി ഇവിടെ നമ്മൾ സംസാരിക്കേണ്ട കാര്യം പോലും ഇല്ല, അപ്രസക്തമാണ്. അതുകൊണ്ടാണ് അവരെ ഒട്ടി നിൽക്കുന്നത് ഇന്ത്യ മുന്നണിയിൽ. ഈ ഇന്ത്യ മുന്നണിയിലെ പ്രേമചന്ദ്രൻ്റെ പാർട്ടി ഇവിടെ ഇരുന്ന് മുഖ്യമന്ത്രിയെ തെറി പറയും. ഇവർ അങ്ങോട്ട് വെസ്റ്റ് ബംഗാളിലോ ത്രിപുരയിലോ എത്തിക്കഴിഞ്ഞാൽ ഇവർ ആ പാർട്ടിയുടെ കൂടെ ഇരിക്കുന്നേ. ഈ RSP എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ബ്ലോക്ക്, RSP, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇതെല്ലാം കൂടി ചേർന്ന് ഇരിക്കുന്നേ. അപ്പോൾ ഇത് കേരളത്തിനകത്ത് മാത്രം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. കേരളം വിട്ടാൽ ഇവർ ഒന്നാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്, ഇതൊരു വലിയ കള്ളത്തനമാണ് ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ തുറന്ന് കാട്ടുക, ജനങ്ങളുടെ ഇടയിൽ യുവാക്കളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നിങ്ങളുടെ അടുത്ത 5 വർഷമല്ല പോകുന്നത്. ഈ അടുത്ത 5 വർഷത്തിൽ ഇവരുണ്ടാക്കുന്ന നാശം 50 കൊല്ലം നമ്മൾ സഹിക്കേണ്ടി വരും. അതുകൊണ്ട് ഇടതു മുന്നണിയും മറ്റേ കോൺഗ്രസും കൂടി ചേർന്ന് UDF കൊണ്ട് ചേർന്നുള്ള മുന്നണിയായ ഇന്ത്യ മുന്നണിയെ നമ്മൾ എടുത്ത് കളയും. ഇവിടുന്ന് BJPയുടെ സ്ഥാനാർത്ഥികളെ, NDA സ്ഥാനാർത്ഥികളെ 20 സ്ഥാനങ്ങളിലും വിജയിപ്പിക്കുക, 20 മണ്ഡലങ്ങളിലും. അത് മാത്രമാണ് കേരളത്തിൻ്റെ വികസനത്തിന് ഏക പോം വഴി. അല്ല, നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടതറിയോ, നമ്മളെന്തിനാ ഹിന്ദു രാജ്യം ആക്കാൻ പോകുന്നത്? കാരണം ഇതൊരു ഹിന്ദു ഭൂരിപക്ഷമുള്ള രാജ്യമാണ്. അതിനെ ആക്കാൻ്റെ കാര്യമൊന്നുമില്ല. നമ്മുടെ ഒരു ഹിന്ദു രാഷ്ട്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരോടും ഒരു വിവേചനവുമില്ല. നമ്മളെല്ലാവരെയും സ്വീകരിക്കുക മാത്രം ചെയ്തിട്ടുള്ള രാജ്യമാണ്. ഇവിടെ ഒരു ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള രാജ്യമായതുകൊണ്ടല്ലേ ഇവിടെ എല്ലാ മതസ്ഥരും സുരക്ഷിതമായി കഴിയുന്നത്. വേറെ ഏതെങ്കിലും രാജ്യത്ത് കഴിയാൻ കഴിയൂ? ഇന്ത്യക്കും പാകിസ്ഥാനും രണ്ടും വിഭജിച്ച് കഴിഞ്ഞ് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പാകിസ്ഥാനിൽ എത്ര ഹിന്ദുക്കളുണ്ടായിരുന്നു, ഇന്ന് അവിടെ എത്ര ഹിന്ദുക്കളുണ്ട്? ഇവിടെ എത്ര മുസ്ലിങ്ങളുണ്ടായിരുന്നു, ഇന്ന് അവിടെ എത്രയാണ്? ആർക്കെങ്കിലും എന്തെങ്കിലും ഭീഷണിയുണ്ടോ? പറഞ്ഞ ഓരോ നറേറ്റീവ്സ് ഉണ്ടാക്കുന്നില്ല. ഏറ്റവും സുരക്ഷിതമായി എല്ലാവർക്കും ഒരുമിച്ച് കഴിയാൻ പറ്റുന്ന ഒരേ ഒരു രാജ്യം ഭാരതമാണ്. രാമക്ഷേത്രം അല്ല, രാമക്ഷേത്രമൊക്കെ ചർച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ അതെപ്പോഴും BJPക്ക് ഗുണമാവും. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ഷേത്രം കെട്ടുന്നതിൽ എന്താണ് തെറ്റ്? എത്രയോ മസ്ജിദുകൾ കെട്ടുന്നു, എത്രയോ മറ്റേ ക്രിസ്ത്യൻ പള്ളികൾ കെട്ടുന്നു, ആരാധനാലയങ്ങൾ കെട്ടുന്നു. ആർക്കെങ്കിലും ഒരു വിരോധമുണ്ടോ? ഞാൻ പോകാറുണ്ട്, നമുക്ക് എവിടെ വേണം പോകാമല്ലോ. അതുപോലെ രാമൻ്റെ ജനന സ്ഥലമായ അയോധ്യ അതൊരു വികാരമാണ്. അത് നമ്മൾ പിടിച്ചെടുത്തതൊന്നുമല്ല. 500 വർഷത്തെ നിയമ പോരാട്ടത്തിന് ശേഷം നിയമപരമായി നമ്മൾ നേടിയെടുത്തിട്ട് ക്ഷേത്രം കെട്ടി. അതും പൊതുജനങ്ങളുടെ പണത്തിലാണ് കെട്ടുന്നത്. ആ ട്രസ്റ്റ് കെട്ടിയതാണ്. എന്താ അതിൽ തെറ്റ്? ഇനിയും ക്ഷേത്രങ്ങൾ കെട്ടാം, ഇനിയും മസ്ജിദുകൾ കെട്ടാം. ആരും എതിർക്കുന്നില്ല. ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമാണ്, ജനാധിപത്യ രാജ്യമാണ്. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണല്ലോ. എപ്പോഴും നമുക്ക് പരമം നമ്മൾ ആലോചിക്കുന്ന വെച്ചാൽ കേന്ദ്രത്തിൽ നിന്നുള്ള ഏറ്റവും ഉയർന്ന നേതാക്കൾ. നമ്മൾ പ്രധാനമന്ത്രി മോഡിജിയെ തന്നെ ആദ്യം ആലോചിക്കും. അവിടെ നിന്ന് എല്ലാ മന്ത്രിമാരും വന്നാലും നമുക്ക് സന്തോഷവും. പക്ഷേ ബഹുഭൂരിപക്ഷം പേരും ഇലക്ഷൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിലായിരിക്കും. അപ്പം നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുന്ന തെറ്റ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പ്രധാനമന്ത്രി വരും. ബാക്കിയുള്ളവരുടെ കാര്യം നമുക്ക് ചോദിച്ചു മനസ്സിലാക്കും. ഈ 4 സ്ഥലങ്ങളിൽ വരാൻ വേണ്ടി വീണ്ടും അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് കൊല്ലമാണ്. സ്വാഭാവികമായിട്ടും വരും. വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളും കൂടി പ്രാർത്ഥിക്കുക. നമുക്കതിനെപ്പറ്റി അത്ര വ്യക്തമായിട്ട് അറിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നടന്മാർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെയൊക്കെ തൊഴിലൊരു പ്രശ്നം ഉണ്ടാവും. കാരണം നമ്മൾ കലാകാരന്മാർ കല മാത്രം ചെയ്തു പോവുക. കലയിൽ രാഷ്ട്രീയം വരുമ്പോൾ എനിക്കൊക്കെ ഉണ്ടായ ബുദ്ധിമുട്ടും, എൻ്റെ കാര്യം പോട്ടെ, നമ്മളൊരു ചെറിയ നടനാണ്, സുരേഷ് ചേട്ടനൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചു. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും അവനവൻ്റെ തൊഴിൽ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് ആരെങ്കിലും സ്വയം തോന്നി വരികയാണെങ്കിൽ വളരെ സന്തോഷം. ഞാനായിട്ട് ആരെയും നിർബന്ധിക്കില്ല. കാരണം അവരുടെ അന്നത്തിൽ നമ്മൾ മണ്ണ് വരിയിടാൻ താല്പര്യപ്പെടുന്നില്ല.